കായംകുളത്ത് വെച്ച് IT ജീവനക്കാരി അപകടത്തിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് വന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വലിയ വാർത്തയാണ്. കായംകുളത്ത് കഴിഞ്ഞ 3-ാം തീയതി മലയാറ്റൂർ പള്ളിയിൽ പോയിട്ട് കൊല്ലത്തുള്ള IT ജീവനക്കാരിയും അവരുടെ സുഹൃത്ത് ഒരു ലേഡിയും ഒരു ഓട്ടോറിക്ഷയിൽ മലയാറ്റൂർ പോയി വരുന്ന വഴിക്ക് രാത്രി 12:30 മണിക്കാണ് വണ്ടി ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിക്കുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ചത് IT ജീവനക്കാരിയുടെ സുഹൃത്ത്, ആ ലേഡി സുഹൃത്തിൻ്റെ ഭർത്താവാണ്. അവർ മലയാറ്റൂർ പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോഴും കായംകുളത്തെ ഡിവൈഡറിൽ വന്ന് രാത്രി 12:30ക്കാണ് ആ ഇടി ഇടിക്കുന്നത്. അവർക്ക് 2-3 പേർക്കും ചെറിയ പരിക്കുകളേറ്റു. ആ ഇടിയുടെ ആഘാതത്തിൽ അല്പം ശ്വാസം മുട്ടലുണ്ടായി IT ജീവനക്കാരിയെ. രക്ഷാപ്രവർത്തനം 2-3 നേരം അവിടെ എത്തി. ആ സമയത്ത് അവിടെ ഒരു 2 വീലറിൽ വന്ന ഒരാൾ ഇറങ്ങി. അയാളും ഇവരെ സഹായിച്ചു. ആ സ്ത്രീയെ കായംകുളം ആശുപത്രിയിലാക്കി അവിടെ വന്നവർ. പക്ഷേ ഇവരവിടെ ആ ഡിവൈഡറിൽ ഇരിക്കുന്ന കണ്ടപ്പം എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവരെ ഉയർത്തിയത് അവരുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ കൂടെ കൈയിട്ടാണ് ഉയർത്തിയത്. അത് മനഃപൂർവ്വം ചെയ്തതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളത്തെ പ്രസിഡൻ്റാണ് സിനിൽ സവാദ്. അയാളാണ് അവരുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ കൂടെ കൈയിട്ട് അവരെ ഉയർത്തിയത്. അത് അവർക്ക് വലിയ ആക്ഷേപകരമായ സംഭവമാണ്. അയാൾ മോശമായിട്ട് പെരുമാറി, മോശമായിട്ട് ശരീരത്തിൽ പിടിച്ച് ബലം പ്രയോഗിച്ചു. ഏതായാലും കായംകുളം ആശുപത്രിയിൽ അവരെ അഡ്മിറ്റായി. അവരെ എക്സ്റേ എടുത്തു. ആ സമയത്ത് ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരാൾ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തീർച്ചയായിട്ടും പോലീസിൽ പരാതിപ്പെടണം. ഒരാളെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് അവശയായി നിൽക്കുന്ന ആ സ്ത്രീയുടെ ദേഹത്ത് പല ഭാഗത്തും പിടിക്കുക, അവിടെ ഞെക്കുക, അങ്ങനെയുള്ള പ്രവൃത്തി ഇയാൾ ചെയ്തു. അത് തീർച്ചയായിട്ടും വളരെ സങ്കടകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. പരിക്കേറ്റ് കിടക്കുന്ന ഒരാളാണ്. അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിയ ഉത്തരവാദിത്വം അവിടെ വന്നു ചേരുന്ന എല്ലാ പൊതുജനങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് കായംകുളത്തെ വ്യാപാരി വ്യവസായി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ സിനിൽ സവാദിന് അത് ഉത്തരവാദിത്വം അല്പം കൂടുതലുമാണ്. പക്ഷേ അയാൾ അല്പം മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളാണ് ഈ പ്രവൃത്തി ചെയ്തത്. ആശുപത്രിയിൽ അവരെ ഡോക്ടർ അഡ്വൈസ് പ്രകാരം കായംകുളം പോലീസ് സ്റ്റേഷനിൽ രാത്രി പോയി അവർ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്ത സമയത്ത് കൂടെ മുതിർന്നവരാരും ഇല്ലേ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. കാരണം കേസ് രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുന്നു. ഏതായാലും 3-ാം തീയതി ഉണ്ടായ സംഭവം ഇപ്പം 12-ാം തീയതി വരെ എത്തിയിരിക്കുന്നു. അവർ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. രഹസ്യമൊഴി രേഖപ്പെടുത്താനായിട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും ഇതിൻ്റെ പിന്നാലെ വ്യാപാരി വ്യവസായിയുടെ ഈ പ്രസിഡൻറ്റ് സിനിൽ സവാദ് മറ്റൊരു വ്യാപാരി വ്യവസായിയുടെ സുഹൃത്തിനെ പറഞ്ഞു വിട്ട് ഒരു 25 ലക്ഷം രൂപ കൊടുക്കാം, ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. എന്തായാലും അവരത് വകവെച്ചില്ല. പോലീസ് തീർച്ചയായിട്ടും അവരുടെ മൊഴി പകർത്തി കേസെടുത്തെങ്കിലും അതിന് ശേഷമുള്ള നടപടിക്രമത്തിലേക്ക് പ്രവേശിച്ചില്ല. വ്യാപാരി വ്യവസായിയെ 7-ാം തീയതി ജാമ്യത്തിൽ വിട്ടു. 7 വർഷം വരെയുള്ള ശിക്ഷ സാധാരണഗതിയിൽ പോലീസ് ജാമ്യത്തിന് കൊടുക്കാറില്ല. 3 വർഷം വരെയൊക്കെ ഉള്ളതിനൊക്കെ കൊടുക്കാം. ഇങ്ങനെയുള്ള കേസുകളിൽ കോടതിയിൽ തന്നെയാണ് ജാമ്യം കൊടുക്കുക. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസൊക്കെ നമുക്കറിയാമല്ലോ. എത്ര തത്രപ്പാടിലാണ് പോലീസ് ആ മൊഴി രേഖപ്പെടുത്തുന്നത്. സ്ഥലത്തും ഇന്ത്യയിലും ഇല്ലാത്ത ആൾക്കാരുടെ മൊഴിയൊക്കെ സംഘടിപ്പിക്കുന്നത് കണ്ടല്ലോ പോലീസിൻ്റെ ഉത്സാഹം. കായംകുളത്ത് എന്താണ് സംഭവിച്ചത്? അവിടുത്തെ SHO ഈ കേസ് അന്വേഷിച്ചോ? ആരാണ് മൊഴി രേഖപ്പെടുത്തിയത്? ആ സ്ത്രീക്ക് 25 ലക്ഷം രൂപ ഓഫർ ചെയ്ത് ആരാണ്? പോലീസിനെ വീഴ്ച പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയും. വേദനയും രോഷവും കാതി ആ സ്ത്രീയുടെ വാക്കുകളിൽ കിടക്കുന്ന കാണാം. അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവരെ അപമാനിച്ചു. 7 വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത്. അവർക്ക് അയാളുടെ ആ ശരീരം പിടിച്ചുയർത്തിയാലും തുണി മാറ്റി അതിനകത്തൂടെ കൈയിട്ട് അവരെ ഉയർത്തിയിലൊക്കെ അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിലെ അടിയന്തര നടപടികൾ DGP
ശ്രദ്ധിക്കണം, അവിടുത്തെ ADGP ശ്രദ്ധിക്കണം. കാരണം ഒരു സ്ത്രീയാണ് പരാതി പറയുന്നത്. അവരെ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷാപ്രവർത്തനം വന്നയാളാണ് ഇത് ചെയ്തത്. അയാൾ തീർച്ചയായിട്ടും അവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസിഡൻ്റാണ്. രണ്ടാമത്, അയാളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരള സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ 3 ദിവസം കഴിഞ്ഞപ്പം ഇയാൾ ഒളിവിൽ പോയ ആൾ ഇലക്ഷൻ്റെ സമയത്ത് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നതും കണ്ടു എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. കൂട്ടുകാരിയും ഇവരും മലയാറ്റൂർ പോയിട്ട് കൂട്ടുകാരിയുടെ ഭർത്താവാണ് ഓട്ടോ ഓടിച്ചു വന്നത്. എന്തായാലും ഈ രീതിയിലുള്ള വികലമായ മനസ്സുള്ള ധാരാളം പേര് കേരളത്തിലുണ്ട്. അവരുടെ ആ പ്രവൃത്തി ആ പെൺകുട്ടിക്ക് മാക്സിമം രക്ഷാപ്രവർത്തനം കൊടുക്കേണ്ട, ആശ്വസിപ്പിക്കേണ്ട. അയാൾ ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോവില്ല. അത് കൃത്യമായ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. അവരുടെ എത്രയും പെട്ടെന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അവർക്ക് മെഡിക്കൽ പരിശോധന എന്തുകൊണ്ടാണ് നടത്തിച്ചിട്ട് അവരെ വിട്ടില്ല. ഇവിടെയൊക്കെ തട്ടിപ്പിൻ്റെ ഭാഗം തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു പെൺകുട്ടി, അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഈ പീഡനം കൂടെ സഹിക്കേണ്ടി വന്നത്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു. പോലീസിൻ്റെ നടപടി ശരിയായില്ല. രാഷ്ട്രീയപരമായ സ്വാധീനം കൊണ്ടാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്ത 10 ദിവസമായിട്ട് അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകണം.